ഒരാൾ അവല് നനച്ച് വെച്ചേക്കോ, ഞാൻ ഇച്ചിരി കഴിക്കുക കേട്ടോ. ഇന്ന് ഇച്ചിരി നേരത്തെ വന്നു. പള്ളിയിൽ പോവാ സന്ധ്യ നമസ്കാരത്തിന്. നമ്മൾ രാവിലെ കുർബാനയ്ക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഹൂസോയ പ്രാപിക്കുന്ന ചടങ്ങൊക്കെ കഴിയും. അത്രയും നേരത്തെ പോകണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ നടക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് ഇപ്പം സന്ധ്യയ്ക്ക് പോയി ഹൂസോയ പ്രാപിക്കാമെന്ന് വിചാരിച്ചാണ്. ഈ മുത്തിന് കോളേജിൽ പോകണ്ടേ, എക്സാം ഒക്കെ തുടങ്ങുമല്ലേ, ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോകാം എന്നൊക്കെ വിചാരിച്ച് ഇന്ന് സന്ധ്യാനമസ്കാരത്തിന് പോവാണ്. മുൻകൂട്ടം ട്യൂഷന് പോയേക്കുന്നു. മുത്ത് റെഡി ആവുന്നു. ഞാൻ ഇനി കുളിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ 3 പേരുടെ പള്ളിയിൽ പോയിട്ട് വരാം കേട്ടോ. എന്നിട്ട് ബാക്കി വീഡിയോ ഒക്കെ എടുക്കാം. അടുക്കള വലിയ പണികളൊന്നുമില്ല, ചോറും കറികളും ഇരിപ്പുണ്ട്, മീൻ കറി ഇരിപ്പുണ്ട്. നമ്മുടെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഉത്തരയെ കണ്ടു. ഉത്തര പത്തനംതിട്ട തന്നെ ഉള്ളതാണ്. അവിടെ മെഡിസിൻ മേടിക്കാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ചേച്ചി വീഡിയോ ഒക്കെ ചെയ്യുന്നതല്ലേ എന്നൊക്കെ. ഉത്തരയുടെ അനിയത്തി ഉണ്ടായിരുന്നു, പക്ഷെ പേര് ചോദിച്ചില്ല. ഉത്തര എന്നുള്ള പേര് വെറൈറ്റി ആയിട്ടുള്ള പേര്, അധികം ആർക്കും ഇല്ലാത്ത പേരല്ലേ, അതുകൊണ്ട് എനിക്ക് ഓർമ്മ നിന്നത്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും മേടിച്ചു, ഒരു വൈകിട്ട് ബ്രെഡ്. നാളെ പള്ളിയിൽ പോകുന്നെങ്കിൽ നാളെ മോനുകുട്ടന് സൺഡേ സ്കൂളിൻ്റെ പുതിയ ക്ലാസ്സിലേക്കുള്ള പ്രവേശനോത്സവമാണ്. മോനുകുട്ട സൺഡേ സ്കൂളിന് 3ാം ക്ലാസ്സിലായി. നാളെ മുതലാണ് സൺഡേ സ്കൂളിൻ്റെ പുതിയ ക്ലാസ്സുകൾ തുടങ്ങുന്നത്. അപ്പം എന്തായാലും സമയം കളയാതെ പോയി കുളിച്ചേച്ച് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ വരാം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാറ്റിയെടുത്തില്ല. അടുപ്പോ ഇതിനകത്തോട്ട് ഇറക്കുക വീഴത്തിൽ വെച്ചോ, വെച്ചോ കുരിശ് വരയ്ക്കുക. സ്കൂളിലെ പ്രവേശനോത്സവം അതിൻ്റെയായിട്ട് ബലൂണും കെട്ടാൻ വീഡിയോക്കകത്തുണ്ട്. പള്ളിയിൽ പോയിട്ട് നമ്മൾ വന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കുഞ്ഞോൻ ഗേറ്റിൻ്റെ അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പം നീങ്ങി പോരുന്നു, പള്ളിയിൽ പോകേണ്ടിയുണ്ട്. അപ്പോൾ ഇനി ഞാൻ വിഷമമായിരുന്നു. അതിന് ഞാൻ കുഞ്ഞോൻ്റെ അടുക്കലൊന്ന് കയറിയിട്ട് വന്നതാ കേട്ടോ. കുഞ്ഞോൻ ചോറിനൊന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, നമ്മുടെ ഇവിടെ ഓർത്തഡോക്സ് പള്ളിയും കത്തോലിക്ക പള്ളിയും തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം കത്തോലിക്ക പള്ളിയിലെ പെരുന്നാളാണ്. അവിടുത്തെ പെരുന്നാളിൻ്റെയാണ് ദീപാലങ്കാരങ്ങളൊക്കെ വീഡിയോയുടെ ആദ്യം കാണിക്കുന്നത്. അവിടുത്തെ പെരുന്നാൾ കഴിയുമ്പോൾ നമ്മുടെ ഓർത്തഡോക്സിലെ പെരുന്നാളിന് കൊടിയേറും. അപ്പം ഒരുപാട് നാളിന് ശേഷമാണ് സന്ധ്യാ നമസ്കാരത്തിന് പോകുന്നത്. എന്നും വരുമ്പോൾ ഒരു നേരമാകും. കുർബാന സ്വീകരിക്കേണ്ടത് കൊണ്ട് മുത്തിന് പോകണം. അപ്പോൾ കുർബാനയൊക്കെ സ്വീകരിച്ച് ഒക്കെ പോട്ടെന്നോർത്തുകൊണ്ട് ഇന്നെന്തായാലും രണ്ടും കൽപ്പിച്ച് അതിന് പോകണമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പം മോനുകുട്ടൻ വന്നില്ലേ? മോനുകുട്ടൻ അവിടെ ഇരിക്കും. നമ്മൾ ക്രിസ്മസ് ട്രീ അഴിച്ചില്ല, സ്റ്റാറൊക്കെ അഴിച്ചു വെച്ചു. ക്രിസ്മസ് ട്രീ മോനുകുട്ടൻ അഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചേക്കുമോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ട് അതെല്ലാം അടുക്കി പെറുക്കിയൊക്കെ വയ്ക്കാൻ. അപ്പോൾ ഇന്ന് ജാനിക്കുട്ടിയെ വിളിച്ചുകൊണ്ട് വരാൻ അവിടെ ഇരിക്കുമോ. ജാനിക്കുട്ടി ട്രീ അഴിക്കാൻ വരാൻ തയ്യാറായിട്ടിരിക്കുക. ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മുടെ സ്ഥിരം ഒരു കടയുണ്ട്. മുത്തിവിടെ ഉള്ളപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ അവിടുന്ന് കഴിക്കാനൊക്കെ മേടിക്കുമായിരുന്നു. ഇവിടുത്തെ കടല സ്പെഷ്യലാണ്. കടല ചിക്കൻ കഴിക്കുന്നത് പോലും അതിനേക്കാളും ഈ കടല കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ചിക്കൻ വേണമെന്ന് പോലും തോന്നില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതാണ്.
ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് വിചാരിച്ച് ദോശയും ആ കടലയും മേടിക്കാണ്, പക്ഷെ ഇന്നില്ലായിരുന്നു. ഒതുങ്ങി പോരുന്നു. അതുകൊണ്ട് 2 പേർക്ക് ഒരു മൗനം. ചോറിനുള്ള കാര്യം പറയോ, ഭയങ്കര മടി. സത്യം കൊണ്ടു പല്ലി വരെ സമ്മതിച്ച്. അപ്പൊ നാളെ ഇവരുടെ ആഗ്രഹം തീർക്കാൻ നാളെ നമ്മൾ പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുക. നടക്കുമെന്നൊന്നും അറിയത്തില്ല. എനിക്ക് ആഗ്രഹമാണ്. നമ്മൾ ഈ പോക്കുവരമൊക്കെ പ്രയാസമായതുകൊണ്ടാണ് ഇതിനൊക്കെ ഓരോ തടസ്സങ്ങൾ. നമുക്ക് വണ്ടിയില്ല, പിന്നെ 2 വീലർ 2 പേര് പോയാലേ പറ്റുള്ളൂ. മോനുകുട്ടനെയും ഇവരെല്ലാം കളഞ്ഞേച്ച് നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ? അതൊക്കെയാണ് പ്രശ്നം. പിന്നെന്താ, ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് എൻ്റെ ചെറിയ ചെറിയ ജോലികളൊക്കെ തീർക്കട്ടെ. കുറേ ദിവസം കൊണ്ട് കുറച്ച് തുണികൾ കഴുകിയത് മടക്കാൻ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇന്ന് എന്തായാലും അത് മടക്കി വെക്കണം. അങ്ങനെയൊക്കെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യട്ടെ. ഇന്ന് അവിടെ ഇരുന്നിട്ട് എനിക്ക് കിടന്നോളാഞ്ഞ് വയ്യാന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ഭയങ്കര തളർച്ച തോന്നി. പക്ഷെ കിടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അവിടെ ആരും ഇല്ല. പിന്നെ അവിടെ ഇരുന്ന് ഏങ്ങിത്തൂങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഇച്ചിരൊക്കെ എനർജി ഒന്ന് വരുത്താൻ ശ്രമിച്ചു. അങ്ങനെയൊക്കെ സമയം കളഞ്ഞിങ്ങി പോരുന്നു. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല ഇന്നും പ്രത്യേകിച്ച് പറയാൻ. ഇച്ചിരി ചക്കക്കുരു മെഴുക്ക് വരട്ടി തന്നു, അതൊന്ന് റീമേക്ക് ചെയ്യണം. എനിക്ക് ഇച്ചിരി ഉപ്പും ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് റീമേക്ക് ചെയ്തെടുക്കണം. അവിടെ മുളക് പൊടി ഇട്ടിട്ടില്ല. എനിക്ക് ചുമന്നിരിക്കണം. ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ചുമന്നിരിക്കുന്നത് ഇഷ്ടം. അതൊന്ന് റെഡിയാക്കി എടുക്കണം. ചോറുണ്ണാനെ ഇച്ചിരി മോരുകറിയും മീൻ കറിയൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ ഈ കൊല്ലത്തെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും എല്ലാം എടുത്ത് വെക്കുക. ആ പുൽക്കൂടിനകത്ത് അവരെ അല്ല അതിനകത്ത് വെക്കും. അവന് കുഴപ്പമൊന്നുമില്ല. എന്തേലൊക്കെ കഴിക്കും. ചോറൊക്കെ ഇടയ്ക്ക് ഇച്ചിരിയൊക്കെ കഴിക്കത്തുള്ളൂ. ഇവൻ ഈ കുഞ്ഞതും കീറിയതും ഒക്കെ ഉള്ളു. എനിക്ക് ഇവനെ ഇങ്ങനെ ഇട്ട് കാണാൻ ദേഷ്യം. കൈ പൊക്കിക്കും, കൈ പൊക്കിക്കും, കൈ പൊക്കിക്കും. മാമി പറഞ്ഞു പൊട്ടിക്കാൻ. കുഞ്ഞോ എന്തിയേ? അവനാ വേണ്ട, നീ അല്ല പൊട്ടിക്കണ്ട. കാണാൻ വേണ്ടിട്ട് കുഞ്ഞോ പൊട്ടിക്കട്ടെ മമ്മി. ഇതൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അമ്മ എന്ത് ഉദ്ദേശിച്ചിട്ട് മേടിച്ചു? കിളി കൊത്തിക്കൊണ്ട് പോയത് എന്തുവാ? ആ സ്റ്റാറിന്റെ അറ്റോ എല്ലാം കിളി കൊത്തി. ഏതാണ് കുഞ്ഞു കിളിയില്ലേ? കരിയില കിളിയോ? കരിയില കിളിയാണോ? കുഞ്ഞു മഞ്ഞ നിറമൊക്കെ ഉള്ള കുഞ്ഞതോ? മറ്റേ കുരുവി, കുഞ്ഞു കുരുവി. ഞാനില്ലേ അതില്ലേ ഒരു മൈന ചപ്പാത്തി കഴിക്കണല്ലേ കുഞ്ഞു എന്തോ പറയുക. പടക്കം പൊട്ടിക്കണോ? പടക്കം പൊട്ടിക്കണോ? അവിടെ എന്തോ കൈ വെച്ച് പൊട്ടിപ്പിക്കുന്ന കാര്യമാണ്. അവന് സൗണ്ട് അവിടെ കേൾക്കുന്നതിന് അങ്ങോട്ട് നോക്കും. സത്യത്തിൽ ആൾക്കാരെന്തെങ്കിലും പറയുന്നതാണ് കുറേയായി. ഇത്രയും പേടിയാണ് പിന്നെ എന്തിനീ പൊട്ടിക്കുന്നത്?
ഒരെണ്ണം എടുത്തോണ്ടാ നീ. വേണം വേണം ഞങ്ങളൊക്കെ കൊറേ പൊട്ടിച്ചു. വിശപ്പായി. മെഴുക്കോർട്ട് ഇച്ചിരി എടുത്തോണ്ട് വന്നേ കേട്ടോ. നമുക്ക് ഇച്ചിരി പ്രിപ്പയർ ചെയ്തെടുക്കാം, ഒന്ന് റീമേക്ക് ചെയ്യാം. ഇച്ചിരി മുളക് പൊടി, ഒരു ഇച്ചിരി ഉപ്പ്, ഒന്നും കുഴപ്പമില്ല. ബ്രെഡ് ചൂടാ മുട്ട പുഴുങ്ങി അതിന്റെ മുട്ട കഴിച്ചു കൂട്ടിക്കഴിക്കും. ബ്രെഡ് ചൂടാക്കാൻ പ്ലാൻ ഉണ്ട്. അതൊക്കെ എടുത്ത് ഒരുപാട് കട്ടിയായിട്ടിരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ആദ്യമേ നമുക്ക് മുളക് പൊടി ഇടാം. അച്ചാർ ഇന്ന് കിട്ടിയതാട്ടോ, നാരങ്ങ അച്ചാർ വെള്ള ഇട്ടത്, വെള്ള നാരങ്ങ അച്ചാർ. ഇത് മാമി തന്നതാണ്, കൊച്ചോണ്ടാണ്. മാമിയുടെ സ്പെഷ്യലാണ്. ഈ നല്ല പൊടിയുള്ള ചക്കക്കുരുവില്ല, അതാട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം വേവിച്ച ചക്കയുടെയാണ്. അത് വേവിച്ചത് നല്ലതായിരുന്നു. ചക്കക്കുരു സൂപ്പർ. ബ്രെഡിന്റെ മുകൾ വശത്തിരിക്കുന്ന ആദ്യത്തെ പീസ് കഴിക്കാൻ. ഞാൻ എല്ലാവരെയും ചോറുണ്ണാൻ വിളിച്ചു. ആർക്കും ചോറ് വേണ്ട, അവിടെ കളിയും ചിരിയും ബഹളമാണ്. എനിക്കെന്തോ ഞാൻ കഴിക്കാൻ പോകും, ഗുളിക കഴിക്കണം. ദേഹം തളരുന്ന പോലൊക്കെ തോന്നുന്നു. ഞാൻ കഴിക്കട്ടെ. ചക്കക്കുരു മെഴുക്കുവരട്ടി കേട്ടോ, ഇങ്ങനെ ആക്കിയെടുത്ത്. പിന്നെ നമ്മുടെ മീൻകറി. മാമിയുടെ സ്പെഷ്യൽ നാരങ്ങ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇതാണ് ഇന്നത്തെ നമ്മുടെ അത്താഴം. ഞാൻ കഴിക്കാൻ പോവാണ്. വേണ്ടവർക്കൊക്കെ വന്നെടുത്ത് കഴിക്കാം. നമുക്കിനി നാളെ കാണാം കേട്ടോ. എല്ലാവരോടും സ്നേഹവും സന്തോഷവും. ടാറ്റാ, ഓക്കെ, ബായ്. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.